കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോ റീഡ് ചെയ്യിപ്പിക്കുന്നതാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ടാബിളിൽ ഡാറ്റസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അത് നമ്മൾ ആദ്യം എഡിറ്റ് പേജ് വ്യൂ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതണം. ഓക്കെ ഓക്കെ ഈ എഡിറ്റ് എന്നുള്ള ഈ ഫംഗ്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ then $product equal to അതിനകത്ത് നമുക്ക് ID പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടാബിളിനകത്തുള്ള എല്ലാ ആ പെർട്ടിക്കുലർ ഐഡിക്കകത്തുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് കിട്ടും. ദെൻ നമ്മളത് റിട്ടേൺ ചെയ്യിപ്പിച്ചാൽ മതി. റിട്ടേൺ വ്യൂ എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ്പാക്ട് ചെയ്യാം. അതായത് നമ്മൾ അസൈൻ ചെയ്ത്, അതായത് സ്റ്റോർ ചെയ്ത് വേരിയബിൾ നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമ്പാക്ട് പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഈ പേജ് ഏകദേശം നമ്മുടെ ഇൻസേർട്ട് പേജിന്റെ സെയിം ആണ്. സോ അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിൽ നിന്ന് ചെറിയ ചേഞ്ചസ് ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ, അത് പേസ്റ്റ് ചെയ്തു. ദെൻ ഇൻസേർട്ടിന്റെ പകരം നമ്മൾ എഡിറ്റ് എന്ന് കൊടുത്തു. എഡിറ്റ് കൊടുത്തു. ദെൻ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അറ്റ് റേറ്റിൽ സീസർ ഓഫ് ടോക്കൺ പോലെ തന്നെ മെത്തേഡ് കൂടി നമ്മൾ കൊടുക്കണം. മെത്തേഡ് പുട്ടാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ല എറർ വരും, അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എഡിറ്റ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി ഉള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരണം. അതിനു വേണ്ടി വാല്യൂക്കകത്ത് നമുക്ക് കൊടുത്താൽ മതി. വിളിക്കാം പ്രൊഡക്റ്റ് നെയിം കൊടുക്കുക. അതേപോലെ തന്നെ അഡ്രസ്സിന്റെ ഇൻപുട്ട് ഫീൽഡിനകത്ത് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുക $product ഓക്കെ. നമുക്ക് ഇതൊന്ന് ടോട്ടൽ ഇപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, അതായത് ഇതിന് നമുക്കൊരു ബട്ടൺ വേണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് പേജിനകത്ത് ആ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. അഡ്രസ്സിന് താഴെ ടൈറ്റിലായി ആക്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ആക്ഷൻ കൊടുത്തു. പേടിക്കകത്ത് കൊടുത്തു നോക്കാം. സോറി, നമ്മളിവിടെ ബട്ടൺ ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ആങ്കർ ടാഗ് കൊടുത്തു. ഇനി നമുക്ക് എഡിറ്റ് ലേക്കുള്ള പേജിലേക്ക് പോകാനുള്ള റൂട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എഡിറ്റിലൂടെ പോകാനുള്ള റൂട്ട് ഇവിടെ ഉണ്ടാകും. കണ്ടില്ലേ, പ്രൊഡക്റ്റ് എഡിറ്റ് എന്നാണ് ആ റൂട്ട് നെയിം. അത് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ ID കൂടി പാസ് ചെയ്യണം. എന്നാൽ മാത്രം ഇത് പെർട്ടിക്കുലർ ഐഡിയിലുള്ള ഡാറ്റ അല്ലെങ്കിൽ പേജാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അത് മനസ്സിലാവും. സോ നമ്മൾ PR ID കൂടി പാസ് ചെയ്തു.
ഓക്കെ, ഇനി ബട്ടണിന് കുറച്ച് സ്റ്റൈല് കൊടുക്കാം. ബട്ടൺ ക്ലാസ് btn പ്രൈമറി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനൊരു നെയിം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കൺട്രോളർ പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു എറർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 68ലാണ് എറർ കാണിക്കുന്നത്. ഇവിടെ ആയിരിക്കും എറർ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സോറി, എനിക്ക് മാറിപ്പോയതാണ്. നമുക്കൊന്ന് കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒന്നാമത്തെ റോയിലുള്ള ഡാറ്റാസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ റോയിലുള്ള ഡാറ്റാസ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഈ ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് വരെയുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അപ്ഡേറ്റിന്റെ ഫംഗ്ഷൻ കൂടി നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനിവിടെ പ്രൊഡക്റ്റ് ഡോട്ട് സ്റ്റോറിന് പകരം ആക്ഷൻ നമുക്ക് കൊടുക്കേണ്ടത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിലോട്ടേക്കാണ് പോകേണ്ടത്. ആ അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷന്റെ റൂട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂട്ടിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ട് ലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, ഇനി നമ്മളിത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഐഡിയിലുള്ളതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഡി നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, then dollar product name assign dollar request name നമുക്കിത് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ നെയിം മാറ്റി ഞാൻ അശ്വിൻ എന്ന് കൊടുത്തു. ഇതിന് അഡ്രസ് മാറ്റി എന്ന് കൊടുത്തു. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. Then put method is not supported this route. Okay, ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആയിട്ടുണ്ടോ എന്ന്.
മിസ്സിംഗ് പാരാമീറ്റർ പ്രൊഡക്റ്റ് എന്നാണ് കാണിക്കുന്നത്. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, നമ്മളിവിടെ എന്താ പറയാ, റൂട്ടിനകത്ത് ID പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റിലാണുള്ളത്. ID കൊടുത്തു. ഓക്കെ, നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അപ്ഡേഷൻ കൂടി ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിലീറ്റ് ഫംഗ്ഷൻ കൂടി പഠിക്കാം. ഓക്കെ, താങ്ക് യു.